ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വഴുതനങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഇനി വഴുതനങ്ങ ഇഷ്ടമില്ല എന്നൊന്നും ആരും പറയൂല. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കാനായിട്ട് അധികം പാടുമില്ല. 2 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. മുഴുവനായിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടിപൊളിയാണ്, മക്കൾക്കും ഒക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അത് ആദ്യം ഇതുപോലെ 2-3 വഴുതനങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് കളറ് മാറി വരണം. ആ ടൈമിൽ നമുക്കൊരു വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. ഇനി ഈ വലിയ ഉള്ളി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ചെറിയ ഉള്ളി വേണമെന്നുള്ളവർക്ക് അതായാലും മതി കേട്ടോ. അതൊരു 8-10 എടുക്കുക കേട്ടോ. ഇനി അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് കുരുമുളക് പൊടിയാണ്. അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അത്രയും മതി കേട്ടോ, ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ഇത് ഇളക്കുമ്പോൾ ഒട്ടും ഉടയാതെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉടയാതെയാണ് ഞാൻ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അതാ ഞാനിത് ലാസ്റ്റായിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി ഒന്നും ചേർക്കാനില്ല. അപ്പോൾ ഇതാ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് നന്നായിട്ട് ഉടച്ചിട്ടെടുക്കുക. അത് നല്ല ടേസ്റ്റായിരിക്കും. എങ്ങനെ വേണ്ട വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ മക്കളെ, ഇത് റെഡി ആക്കുകയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.